പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വളരെ വേദനാജനകമായ, ഹൃദയം നുറുങ്ങുന്ന വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ മനുഷ്യസ്നേഹിക്കും ഹൃദയം വിങ്ങലോടുകൂടിയല്ലാതെ കേൾക്കുവാനോ കാണുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയുകയില്ല. ഉംറ കഴിഞ്ഞ് ഭക്തിനിർഭരമായി സാഫല്യത്തിൽ യാത്ര ചെയ്ത സായുജ്യമടഞ്ഞ മനസ്സത്രമേൽ സന്തോഷിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണുപോയ 40 സഹോദരങ്ങൾ സഞ്ചരിച്ച ബസ് തീഗോളമായി മാറിയത് എത്ര പെട്ടെന്നാണ്. അവരുടെ ആയുസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾക്ക് മേലെ മീസാൻ കല്ല് നാട്ടാൻ പോവുകയാണ്. ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മീതെ മീസാൻ കല്ല് നാട്ടപ്പെടുന്ന ഒരു ദിവസം ഇനിയും വരാനുണ്ട്. മനുഷ്യൻ എത്രയോ ദുർബലനാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മേൽ മീസാൻ നാട്ടുമ്പോൾ, അവരുടെയൊക്കെ ആഗ്രഹങ്ങളുടെ മേലെ മീസാൻ നാട്ടപ്പെടുമ്പോൾ അവരുടെയൊക്കെ സ്വപ്നങ്ങൾ ഇവിടെ അസ്തമിച്ച്, അവരുടെ ലോകം ഇവിടെ അസ്തമിച്ച് അവർ പുതിയൊരു ലോകത്തേക്ക് യാത്ര പോവുകയാണ്. അർഹമുറാഹിമായ റബ്ബിന്റെ സവിധത്തിലേക്ക് എത്തപ്പെടുകയാണ്. അതും ഭക്തിനിർഭരമായ ഉംറ നിർവഹിച്ച സായുജ്യത്തോടുകൂടി ആ കർമ്മത്തിന്റെ പ്രതിഫലം അങ്ങേയറ്റം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉന്നതമായ ഉന്നതമായ പദവികൾ നേടിക്കൊണ്ടാണ് അവർ ഈ ഭൂമുഖത്ത് നിന്ന് യാത്രയായത്. 40 പേരടങ്ങുന്ന സംഘം. അള്ളാഹു താല അവരുടെയൊക്കെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. എത്ര പെട്ടെന്നായിരുന്നു എല്ലാം. ഉംറ നിർവഹിച്ച് വളരെ സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞ് ഉംറ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടുകാരുമായി സംവദിച്ച് പ്രിയ പത്നിയോടൊത്ത് സല്ലപിച്ച് അങ്ങനെ 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 വിശേഷങ്ങൾ പറഞ്ഞവരാണ് മരണത്തിന്റെ മുഖത്തേക്ക് പറിച്ചു നടപ്പെട്ടത്. മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയാണ്. ഇന്ന് കാണുന്നവനെ നാളെ കാണാൻ കഴിയുകയില്ല. ഉറങ്ങാൻ കിടന്നവൻ എഴുന്നേറ്റു. ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ തീർന്നു. പിന്നെ നമ്മുടെ പേര് തന്നെ മയ്യിത്തെന്നാണ്. ഇന്നലെ വരെ നമ്മുടെ പേര് വിളിച്ചവരൊക്കെ ആ മയ്യിത്തെപ്പോഴാണ് എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞവരൊക്കെ നമ്മുടെ ചുറ്റും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ഒരു ദിവസത്തിലേക്ക് അവർ പോയിരിക്കുകയാണ്. ഇനി നമ്മളും ഏതൊരു നിമിഷത്തിലാണോ നമ്മുടെ ആയുസ്സിന്റെ അങ്ങേയറ്റം കഴിഞ്ഞു പോകുന്നത് നമുക്കറിയില്ല. എപ്പോഴാണോ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് നമുക്കറിയില്ല. എപ്പോഴാണോ നമ്മുടെ പേര് മയ്യിത്തെന്നാവുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. ഒരു ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം മാത്രമാണ് ഈ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചത് എന്ന് പറയുമ്പോൾ നാമൊക്കെ മരണപ്പെട്ട് കിടക്കുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത്. വരുംകാല ജീവിതത്തിന്റെ ദൈർഘ്യമേറിയ സമയങ്ങളും ദിവസങ്ങളും നാം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും ബഹുദൂരം നമ്മെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിലായി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കാം, കോടികൾ സമ്പാദിച്ചിരിക്കാം, പക്ഷേ നാം ഒക്കെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ വെറും കൈയുമായിട്ടാണ് വരുന്നത്. മടക്കി പിടിച്ച കൈയുമായി ഈ ഭൂമിയിലേക്ക് വരുന്നവൻ, ചുരുട്ടി പിടിച്ച കൈയുമായി ഈ ഭൂമിയിലേക്ക് വരുന്നവൻ, മലർത്തി പിടിച്ച കൈയുമായി ഒന്നുമില്ലാത്ത ഒരു മുട്ടുസൂചി പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ആ ഒരു ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ചില മനുഷ്യരുടെ ഭാവങ്ങളും വ്യത്യാസങ്ങളും സമീപനങ്ങളും ഒക്കെ കാണുമ്പോൾ വല്ലാത്ത പരിതാപസ്ഥിതിയാണ് തോന്നുന്നത്. എന്താണ് അഹങ്കരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട് ഈ ഭൂമിയിൽ. എന്തിന്റെ പേരിലാണ് നാം അഹങ്കരിക്കുന്നത്? നിറത്തിന്റെ പേരിലാണോ? നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെ പേരിലാണോ? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുലീനതയുടെ പേരിലാണോ? നാം ഒക്കെ ഉയർന്ന സ്വഭാവത്തിലുള്ള, ഉയർന്ന ആഡംബരത്തിലുള്ള ജീവിതത്തിന്റെ പേരിലാണോ? ഒന്നിന്റെ പേരിലും ആർക്കും ഒന്നും അഹങ്കരിക്കാൻ കഴിയുകയില്ല. കാരണം ഏത് നിമിഷവും എല്ലാം നഷ്ടപ്പെട്ടേക്കാം. ഈ ഭൂമിയിൽ ആർക്കും ശാശ്വതമായ ഒരു വാസം അള്ളാഹു താല നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് അനേകായിരം വർഷങ്ങൾ കടന്നുപോയേനെ. പ്രവാചകൻ നമുക്ക് മുന്നിലുള്ള 63 വയസ്സ് വരെ ജീവിച്ച ആ പ്രവാചകന്റെ ഉമ്മത്തായ നമ്മോട് 60നും 70നും ഒക്കെ ഇടയിലായിരിക്കും നിങ്ങളുടെ ആയുസ് എന്ന് പറയപ്പെടുമ്പോൾ വളരെ ചുരുങ്ങിയ കാലം, അനന്തമായ ഒരു കാലത്തിലേക്ക് നാം തിരിച്ചു നടക്കേണ്ടവരാണ്. ഈ ചെറിയ നിശ്വാസങ്ങൾക്കും ഉച്ഛ്വാസങ്ങൾക്കും ഇടയിൽ നമ്മുടെ ഈ ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ നമ്മുടെ പേര് മാറുന്ന നാം അഹങ്കരിക്കാതെ, അഹങ്കാരികളല്ലാതെ വളരെ സംയമനത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പാതി വഴിക്ക് വെച്ച് വിട്ടു പോകേണ്ടവരാണെന്ന ബോധ്യത്തോടു കൂടി നാം ഈ ദുനിയാവിൽ ഒരു കാഴ്ചക്കാരനെ പോലെ, ഒരു തടവുകാരനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാത്ത, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത, ഒരുപാടൊന്നും സമ്പാദിച്ചു കൂട്ടാത്ത നല്ല ഒരു മനസ്സിന്റെ ഉടമയായി നമ്മളൊക്കെ മാറിയാൽ നമ്മുടെയൊക്കെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു മരണങ്ങളൊക്കെ ആദ്യമായി എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും വരാനുള്ളതാണ്, നിശ്ചയമാണ്. ഒരു നാൾ നാം ജനിച്ചു വീണാൽ മരണം സുനിശ്ചിതമാണ്. മരിക്കാതെ രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഈ
മരണപ്പെട്ടു പോയ 40 അംഗ ആളുകളുടെ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമ നൽകട്ടെ. ഈ മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല ഉയർന്ന ദർജകൾ പ്രദാനം ചെയ്ത് സ്വർഗ്ഗത്തിന്റെ വാതിലുകളൊക്കെ അവർക്ക് തുറന്നു കൊടുക്കട്ടെ. ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ചെയ്ത ഉംറകളെല്ലാം സ്വീകരിക്കട്ടെ. ഈ ലോകത്തുള്ള കോടാനുകോടി മുസൽമാന്റെ പ്രാർത്ഥനയും അവരോടൊപ്പമുണ്ട്. തന്നെയുമല്ല, മദീനയിൽ ജന്നത്തുൽ ബഖീയിൽ അടങ്ങാനുള്ള വല്ലാത്തൊരു ഭാഗ്യം, അസ്ഹാബീങ്ങളുടെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കിട്ടുന്ന അശറഫാക്കപ്പെട്ട മണ്ണിലാണ് അവർ അടങ്ങുന്നത്. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല ഇങ്ങനെ ഒരു പരീക്ഷണം അവർക്ക് നൽകിയപ്പോൾ ശാശ്വതമായ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ കൂടി, ആ സുഗന്ധം പരക്കുന്ന ആ കബറിടം കൂടി അവർക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല അവരുടെ പദവികൾ ഉന്നതമായ ദർജയിൽ ഉയർത്തി നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് ദുആ ചെയ്യാൻ കഴിയൂ. ദുആ ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ആ ദുആ എന്ന് പറയുന്ന ആയുധം അവർക്ക് വേണ്ടി നമുക്ക് പ്രയോഗിക്കാം. അപ്പൊ എല്ലാവരും അവർക്ക്, എന്നെ കേൾക്കുന്നവർ, എന്നെ കാണുന്നവർ എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും പ്രത്യേകം ഈ വിനീതനെയും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോകളും സമകാലിക വിഷയങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പ്രതികരിക്കാനുണ്ട് ഒരുപാട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അതുവരെ തൽക്കാലം വിടാം.